ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ കർക്കിടക മാസമൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു ഇലക്കറി വെക്കാമെന്ന് കരുതിയിട്ട് നോക്കിയപ്പോഴായിരുന്നു കുറേ സാമ്പാർ ചീര ഇങ്ങനെ വളർന്നു നിൽക്കുന്നത് കണ്ടത്. അപ്പോൾ ഈ സാമ്പാർ ചീര ഉപയോഗിച്ച് ഇന്നൊരു അടിപൊളി കറി ഉണ്ടാക്കാം. ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഇലക്കറികളൊക്കെ ഉപയോഗിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ഇത് വഴിയരികിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ചെറിയൊരു സാമ്പാർ ചീരയുടെ തണ്ട് കൊണ്ട് നട്ടതായിരുന്നു. അപ്പോൾ ഇത് മഴയും കൂടി ആയപ്പോഴേക്കും ഇത് ഇവിടെ മുഴുവനും ഇത് പടർന്നു. അപ്പോൾ ഇത് നമുക്ക് കറിക്ക് ഇന്നത്തെ ഒരു കറിക്കായിട്ട് ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ പൂവും കായും എല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് സാദാ ചീര പോലെ തന്നെ വളരെയധികം ഗുണങ്ങളുള്ള ഒരു ചീരയാണ്. കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ മലബന്ധം കുറയ്ക്കാനും ഇരുമ്പിൻ്റെ കുറവ് കൊണ്ടുള്ള വിളർച്ചകളൊക്കെ മാറിക്കിട്ടാനും ഒക്കെ നമുക്ക് ഈ സാമ്പാർ ചീര ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് ചിലയിടത്ത് വഷള ചീര എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ സാമ്പാർ ചീര എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും അധികം ഉപയോഗിക്കാത്ത ഒരു ചീരയാണ് സാമ്പാർ ചീര. അപ്പോൾ ഇത്രയും സാമ്പാർ ചീര നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മുറിച്ചെടുക്കുമ്പോൾ ഒത്തിരി മൂത്ത തണ്ടുകളൊന്നും എടുക്കരുത്, ഇത് കയ്ക്കും. ഇളം തണ്ട് വേണം ഉപയോഗിക്കാൻ. അപ്പോൾ ഈ ചീര നിലത്തുനിന്ന് പറിച്ചെടുത്തതായതുകൊണ്ട് ഇതിൽ ധാരാളം ചെളിയും അഴുക്കും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 3-4 മിനിറ്റ് ഒന്ന് വെച്ചേക്കണം. അതിന് ശേഷം നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഈ പുറത്തൊക്കെയുള്ള ചീര നമ്മളിങ്ങനെ എടുക്കുമ്പോൾ അതിനകത്തൊക്കെ ചെറിയ പ്രാണികളൊക്കെ കാണും. അപ്പോൾ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മഞ്ഞൾ വെള്ളത്തിൽ കഴുകിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് സാമ്പാർ ചീരക്കറി ഉണ്ടാക്കാനായിട്ട് സാമ്പാർ ചീര ഇതുപോലെ ഇളം തണ്ട് എടുക്കണം. നമ്മൾ ഈ മൂത്ത തണ്ടുണ്ടെങ്കിൽ അത് മുറിച്ച് കളഞ്ഞിട്ട് ഇളം തണ്ട് എടുത്താൽ മതി. അതുപോലെ ഇത് നമ്മൾ ഒത്തിരി ചെറുതായിട്ട് അരിയണ്ട, ഒരു ഇത്രയെങ്കിലും കഷ്ണം വെച്ചിട്ട് നമ്മൾ മുറിച്ചെടുക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ചക്കക്കുരു എടുത്തിട്ടുണ്ട്, പിന്നെ 2 പച്ചമുളകുണ്ട്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പച്ചമുളകാണ്, അതാണ് അത്ര വലിയ വണ്ണമൊന്നും ഇല്ലാത്തത്. പിന്നെ കറിയുടെ അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ, വെളുത്തുള്ളി, ജീരകം ഇത്ര എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി. അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ ചക്കക്കുരു പച്ചമുളകും കൂടി നമുക്ക് കുക്കറിൽ ഒരു 2 വിസിൽ വരുന്നിടം വരെ ഒന്ന് വേവിക്കാം. അപ്പോൾ നമുക്ക് ഈ കുക്കറിനകത്തോട്ട് ഈ ചക്കക്കുരുവും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. നമുക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാം. ഒരു 2 വിസിൽ മതി, അതുവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ഈ സാമ്പാർ ചീരയുടെ തണ്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇങ്ങനെ എടുത്താൽ മതി. അപ്പോൾ ഒത്തിരി അങ്ങ് ചെറുതായിട്ട് അരിയണ്ട. ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ കട്ടിംഗ് ബോർഡിലൊന്നുമല്ല, നമ്മൾ കൈ കൊണ്ട് തന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുവാണ്. സാമ്പാർ ചീര ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അതിന് തേങ്ങയും നമ്മുടെ വെളുത്തുള്ളിയും ജീരകവും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് തരി ഇല്ലാതെ ഒന്ന് അരച്ചെടുക്കാം. നമ്മുടെ ചക്കക്കുരു വെന്തിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാമ്പാർ ചീര ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ തണ്ട് നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. അപ്പോൾ തണ്ട് കുറച്ച് വേവൻ താമസമുള്ളതാണ്. അപ്പോൾ നമുക്ക് തണ്ട് ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ പുറത്തേക്ക് നമുക്ക് ചീര ചേർത്ത് കൊടുക്കാം.
ഇവിടെ വെട്ടത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ക്ലാരിറ്റി കുറവായിരിക്കും. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇനി ഇത് നമുക്ക് ഒരു വിസിൽ വരുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇലക്കറികളൊക്കെ പാചകം ചെയ്യുമ്പോൾ അധികം നമ്മൾ സമയം എടുക്കരുത്. അപ്പം ഒരു വിസിൽ മതി, അപ്പോഴേക്കും ഇത് വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറേ സാമ്പാർ ചീര എടുത്തതായിരുന്നു, എല്ലാം നന്നായിട്ട് വെന്ത് പരുവായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കറിക്ക് കടുക് വറക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടുക് വറുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കറിക്ക് കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മതി. നമ്മൾ പച്ചമുളക് എരിവിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ചൊരു മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഈ കറി ഒഴിച്ചെടുക്കാം. അപ്പോൾ ഇതിനി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇത് ഒരു 5 മിനിറ്റ് ഒരു ചെറു തീയിലൊന്ന് അടച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കർക്കിടക മാസത്തിൽ എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണിത്. അപ്പോൾ സാമ്പാർ ചീര കിട്ടുമ്പോൾ എല്ലാവരും ഈ ഒരു വിഭവം എല്ലാവരും തയ്യാറാക്കി നോക്കണം. കണ്ടേ, നല്ല അടിപൊളി കറിയാണിത്, നല്ല രുചിയുള്ള കറിയാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. താങ്ക് യു.